നമ്മുടെ പച്ചക്കറികളൊക്കെ ഇത്തരത്തിൽ ഒരു വിളവിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ സമീകൃതമായി കിട്ടിയിരിക്കണം. സസ്യപോഷകങ്ങളെ ലഭ്യമാക്കുന്ന പരിപാടിക്കാണ് നമ്മൾ വളപ്രയോഗം എന്ന് പറയുന്നത്. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ഏകദേശം ഒരു 17 മൂലകങ്ങളാണ് വളങ്ങളായി ഇത്തരത്തിൽ നമ്മൾ നൽകേണ്ടത്. അതേതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. പലതരം വളങ്ങൾ കർഷകർ കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട്. ബയോഗ്യാസ് സ്ലറി, പുളിപ്പിച്ച ജൈവ സ്ലറി, ജൈവ വസ്തുക്കളെ ജീർണിപ്പിച്ചുണ്ടാക്കുന്ന കമ്പോസ്റ്റ് വളം, ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകവും ഒക്കെ കർഷകർ വളങ്ങളായി പ്രയോഗിക്കുന്നുണ്ട്. കൂടാതെ വളക്കടകളിൽ നിന്നുള്ള രാസവളങ്ങളും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിലേതാണ് നല്ലത്, അല്ലെങ്കിൽ ഏതൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യത്തിൽ മിക്കവർക്കും സന്ദേഹവുമുണ്ട്. ഈ പോഷകങ്ങൾ അടങ്ങിയ പലതരം വളങ്ങൾ നമ്മുടെ വളക്കടകളിൽ ലഭ്യമാണ്. കടകളിൽ കിട്ടുന്ന ഏതെങ്കിലും വളങ്ങൾ വാങ്ങി ഇടുകയല്ല ശരിയായ വളപ്രയോഗം. എല്ലാ കൃഷികൾക്കും ജൈവ വളപ്രയോഗം അത്യാവശ്യമാണ്. പുളിപ്പിച്ചതോ അഴുകിയതോ ആയ ജൈവ വളങ്ങളാണ് ഹ്രസ്വകാല വിളകൾക്ക് ഏറ്റവും ഉത്തമം. ദീർഘകാല വിളകൾക്ക് അഴുകാത്ത ജൈവവളങ്ങൾ നൽകുന്നതിൽ കുഴപ്പമില്ല. മണ്ണിന്റെ ഗുണം വർദ്ധിപ്പിക്കുന്നതിനും ഉപകാരികളായ അണുജീവികളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനും ജൈവവളങ്ങൾ കൂടിയേ തീരൂ. ജൈവവളങ്ങളിൽ ഒരു വിളയ്ക്ക് ആവശ്യമുള്ള സൂക്ഷ്മമൂലക പോഷകങ്ങൾ എല്ലാം ഉണ്ടാവും. പക്ഷേ അളവിൽ കൂടുതൽ വേണ്ടുന്ന പോഷകമൂലകങ്ങളായ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും വേണ്ടത്ര ഉണ്ടാവില്ല. ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് അളവിൽ കൂടുതൽ വേണ്ടുന്ന നൈട്രജൻ കിട്ടാൻ യൂറിയയോ ഫാക്ടം ഫോസോ തന്നെ നൽകേണ്ടി വരും. വേരുകൾ നന്നായി വളരണമെങ്കിൽ ഫോസ്ഫറസ് വേണം. അത് കിട്ടാൻ രാജ്ഫോസ് എന്ന പാറപ്പൊടിയോ ഫാക്ടം ഫോസോ എല്ലുപൊടിയോ നൽകണം. ചെടി കരുത്തോടെ വളർന്ന് വരൾച്ചയെ അതിജീവിച്ച് രോഗകീടങ്ങളെ പ്രതിരോധിച്ച് ധാരാളം പൂവും കായും ഉണ്ടാകാൻ മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന ഈ വളം വിളകൾക്ക് നൽകണം. ഇവ മൂന്നും മാത്രം മതിയാവില്ല. സൂക്ഷ്മ പോഷകങ്ങളും നൽകിയാലേ ഇതുപോലെ വിളവുണ്ടാവുകയുള്ളൂ. സൂക്ഷ്മമൂലകങ്ങൾ ജൈവവളങ്ങളിൽ നിന്നും ലഭ്യമാകുമെങ്കിലും എളുപ്പത്തിൽ കിട്ടാൻ സൂക്ഷ്മവളക്കൂട്ടുകൾ ഉപയോഗിക്കണം. സമ്പൂർണ്ണ എന്ന വളം കേരള കാർഷിക സർവകലാശാലയുടെ ഒരു ഉൽപ്പന്നമാണ്. വിപണിയിൽ ഇത്തരം സൂക്ഷ്മമൂലക വളക്കൂട്ടുകൾ വേറെയും ലഭ്യമാണ്. അവ പച്ചക്കറികൾക്ക് 2 ആഴ്ചയിലൊരിക്കൽ 10 ഗ്രാം ഇട്ടുകൊടുക്കണം.